molecularity. Molecularity of a reaction. Okay, അതായത് actually the പേര് indicate ചെയ്യുന്നത് പോലെ തന്നെ this is the number of molecule. This is the number of molecule അല്ലെങ്കിൽ this is the number of reacting species. ഒരു റിയാക്ഷനിൽ എയും ബിയും റിയാക്ട് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഇവരെന്ത് വിളിക്കാം? ദീസ് ആർ റിയാക്ടൻസ്. എയും റിയാക്ടൻ്റ് ആണ്, ബിയും റിയാക്ടൻ്റ് ആണ്. അവരെ നമുക്ക് റിയാക്ടിങ് സ്പീഷീസ് എന്ന് വിളിക്കാം. റിയാക്ടിങ് സ്പീഷീസ്. സോ മോളിക്കുലാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. ഇനി ഈ എയും ബിയും റിയാക്ട് ചെയ്യണമെങ്കിൽ എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യണം. കൊളീഷൻ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യണം. ഓക്കെ, ഇൻ an elementary reaction. അപ്പോൾ it is the number of reacting species that must collide with each other in order to bring about a chemical reaction. ആ chemical reaction elementary reaction ആയിരിക്കണം. It is the number of reacting species that must collide with each other in order to bring about a chemical reaction. Okay, അതിൽ this is applicable only to elementary reaction. അപ്പോൾ ഇവിടെ എയും ബിയും കൊളൈഡ് ചെയ്തിട്ട് അത് സി ആവുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് 2 ആണ്, മോളിക്കുലാരിറ്റി 2 ആണ്. ഓക്കെ, അവിടെ എയും ബിയും സിയും കമ്പൈൻ ചെയ്തിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവിടെ ഡി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന മോളിക്കുലാരിറ്റി 3 ആണ്. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എയും ബിയും കമ്പൈൻ ചെയ്തിട്ട് സി ഉണ്ടാവും. ആ സി പോയിട്ട് ഡിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇ ഉണ്ടാവും. ഓക്കെ, ആ ഇ എന്ന് പറയുന്ന ആള് എഫുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ജി ഉണ്ടാവും. ഫൈനൽ പ്രൊഡക്റ്റ് ജി ആണ്. ബട്ട് ഇറ്റ് ടേക്സ് 3 സ്റ്റെപ്സ്. അതിൽ നമ്മൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അതിലത്തത് മാത്രമേ റേറ്റ് ഇക്വേഷൻ എടുക്കാറുള്ളൂ. ഇവിടെ എയും ബിയും കൊളൈഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ എയും സിയും കൊളൈഡ് ചെയ്യുന്നില്ല. സി ഡിയും ആയിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്. ഈ സിയും ഡിയും എയും ബിയും ആയിട്ട് കൊളൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവരെല്ലാവരും കൊളൈഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ്. അതുകൊണ്ട് കോംപ്ലക്സ് റിയാക്ഷനിൽ ദിസ് ഡസൻ ഹാവ് എ മീനിങ്, നോ മീനിങ്. അവിടെ നമുക്ക് കൊളൈഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ പറ്റില്ല. കാരണം ഒരാളുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന വേറൊരാളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നില്ല. ദി ഡെഫിനിഷൻ ഓഫ് മോളിക്കുലാരിറ്റി, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് that must collide with each other in an elementary reaction in order to bring about a chemical reaction. It is the number of reacting species that must collide with each other in an elementary reaction in order to bring about a chemical reaction. Okay, അപ്പോൾ molecularity 1 ആവുകയാണെങ്കിൽ that is called unimolecular reaction. Molecularity 2 ആവുകയാണെങ്കിൽ അത് bimolecular reaction. Molecularity 3 ആവുകയാണെങ്കിൽ അത് trimolecular reaction. മോളിക്കുലാരിറ്റി 3ന്റെ മേലെ പോകത്തില്ല. കാരണം എന്താ? 3ന്റെ മേലെ പോവുകയാണെങ്കിൽ അവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ദാറ്റ് മേ ടേക്സ് മോർ ദാൻ 1 സ്റ്റെപ്പ്. അവിടെ കോംപ്ലക്സ് റിയാക്ഷൻ ആണ് സാധ്യത. കോംപ്ലക്സ് റിയാക്ഷനകത്ത് എന്തില്ല, ഈ മോളിക്കുലാരിറ്റി ടേമിന് മീനിങ് ഇല്ല. സോ ഇതിന് ഒരു എക്സാമ്പിൾ, NH4NO2 അമോണിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് becomes N2 plus 2H2O. Okay, this is the first example. The second example is 2HI gives H2 plus I2, and the third example is 2NO plus O2 gives 2NO2. Okay, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷൻസിൽ ഇവിടെ 1 മോളിക്യൂളാണ്, ഒരു മോളിക്യൂൾ. ഇതിന്റെ പേര് യൂണിമോളിക്കുലർ. ഇവിടെ 2 എണ്ണം, ദാറ്റ് ഈസ് ബൈമോളിക്കുലർ. ഇവിടെ 3 എണ്ണം, ദാറ്റ് ഈസ് ട്രൈമോളിക്കുലർ. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് 1. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് 2. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ 2+1. അപ്പോൾ ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടും വരിക, ഒരാളെങ്ങനെയാണ് കൊളൈഡ് ചെയ്യുക? ഒരാളെങ്ങനെ കൊളൈഡ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മളൊരു അമോണിയം നൈട്രേറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പേരുണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് ടേംഡ് ആസ് 1. നമ്മൾ എന്ത് ചെയ്യും? അവിടെ 1 എന്ന് എഴുതുക. പക്ഷെ അതിന്റെ അർത്ഥം ഒരാളല്ല, അവിടെ മില്യൺസ് ഓഫ് അമോണിയം നൈട്രേറ്റ് ഉണ്ടാവാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി 1 മോൾ ആണ്. അതിൽ ഒരുപാട് പേരുണ്ട്, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 ആണോ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് യൂണിമോളിക്കുലർ. ഇവിടെ 2 ആണെങ്കിൽ അത് ബൈമോളിക്കുലർ. ഇവിടെ 3 ആണെങ്കിൽ, ഇവിടെ 3 എന്ന് വെച്ചാൽ 2+1, that is trimolecular.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ, പക്ഷേ ദിസ് ഷുഡ് നോട്ട് ബി കോംപ്ലക്സ്. കാരണം കോംപ്ലക്സ് ആകുമ്പോൾ നമ്മൾ മെക്കാനിസം നോക്കണം. അവിടെയാണെങ്കിൽ എല്ലാവരും സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൺലി മീനിങ് ഫുൾ ഇൻ എലമെന്ററി റിയാക്ഷൻ. അപ്പോൾ എലമെന്ററി റിയാക്ഷൻ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് തിയറട്ടിക്കലി തന്നെ മോളിക്കുലാരിറ്റി എടുത്ത് ചെയ്താൽ യൂണി മോളിക്കുലാരിറ്റി ഈസ് ഇക്വൽ 1, ബൈ മോളിക്കുലാരിറ്റി ഈസ് ഇക്വൽ 2, ദിസ് ഈസ് 3, ഇവിടുന്ന് എടുത്ത് ചെയ്താവുന്നുള്ളൂ. സോ ദിസ് ഈസ് എ തിയറട്ടിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ബിക്കം സീറോ ആവില്ല. കാരണം എന്താ, അറ്റ്ലീസ്റ്റ് ഒരു മോളിക്യൂളെങ്കിലുമാണ് റിയാക്ട് ചെയ്യാൻ. മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ബിക്കം എ ഫ്രാക്ഷൻ. ആക്ച്വലി ഇത് നമ്പർ ഓഫ് മോളിക്യൂളാണ്. മോളിക്യൂളിന്റെ എണ്ണമാണ്, ശരിക്കും മോളിന്റെ എണ്ണമല്ല. മോളിക്യൂൾ, ഇവിടെ ഒരു മോളിക്യൂൾ, ഇവിടെ 2 മോളിക്യൂൾ, ഇവിടെ 3 മോളിക്യൂൾ. അതാണ് കോൺസെപ്റ്റ്, തിയറട്ടിക്കലാണ് കോൺസെപ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു മോളിക്യൂൾ, 2 മോളിക്യൂൾ, 3 മോളിക്യൂൾ. അതുകൊണ്ട് ഒരിക്കലും 1.5 മോളിക്യൂൾ, അര മോളിക്യൂൾ ഇങ്ങനൊരു സംഭവമില്ല. അരമോളുണ്ട്. അരമോൾ ഹാഫ് ഡസൺ എന്ന് വെച്ചാൽ 6 ആണ്. ഹാഫ് മോൾ എന്ന് വെച്ചാൽ 1 മോൾ എന്ന് പറയുന്ന വലിയ എണ്ണത്തിന്റെ പകുതിയാണ്. പക്ഷെ അര മോളിക്യൂൾ, ഒരു മോളിക്യൂളിനെ മുറിക്കാൻ പറ്റില്ല, ഒരാളുള്ള മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളിക്കുലാരിറ്റി നെവർ ബിക്കം സീറോ ആയാൽ റിയാക്ഷൻ നടക്കില്ല. നെവർ ബിക്കം ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ ആൻഡ് ഇറ്റ് ഹാവ് ഓൺലി 3 വാല്യൂസ്, 1, 2, 3. ഓക്കെ, ഒരു 1, 2, 3 വാല്യൂസേ ഉള്ളൂ. സോ മീനിങ് ഫുൾ ഓൺലി ഇൻ എലമെന്ററി റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു ടോപ്പിക്, ആ ഒരു പോർഷൻ തന്നെ കഴിഞ്ഞു. ഫ്രം ദ നെക്സ്റ്റ് സെഷൻ വിൽ ഡിസ്കസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ സമ്മറൈസ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ. ഒരു ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണത്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? The basic difference is there in the definition itself. Order is the sum of their exponents. അതായത് സം ഓഫ് ദി പവേഴ്സ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ റേറ്റ് ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു പൈ വൈ ആണ് അല്ലേ. ആൻഡ് ദ ഓർഡർ എൻ ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ. ദറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി concentrations of the reactants in the rate equation. So you should write the definition here. If it is for board exam, definition എഴുതി വെച്ചാൽ പോലെ definition എഴുതണം. So it is the number of reacting species that must collide with each other in an elementary reaction in order to bring about a chemical reaction. Okay, so that is molecularity definition. രണ്ടാമത്തത് it applicable to elementary and complex reaction. Elementary and complex reaction. എന്താ എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? എലമെന്ററിയിലും മറ്റും കോംപ്ലക്സ് റിയാക്ഷൻ എന്താ? ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ ആണ് എടുക്കുക. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓക്കെ, applicable only to elementary. No meaning for complex reaction. Applicable only to elementary reaction. And the third one. Okay. It is it may become whole number 0 or even fraction. Whole number എന്ന് പറയുമ്പോൾ ശരിക്കും 0 വന്നു കേട്ടോ. It may become a whole number or fraction. Okay. Whole number or fraction of ആവാം. Okay. And ഇവിടെ മോളിക്കുലാരിറ്റിന്റെ സൈഡിൽ എന്താ വരിക? മോളിക്കുലാരിറ്റി always എന്താ? ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറയാൻ പാടില്ല അല്ലേ. ഹോൾ നമ്പർ 0. ഇറ്റ് ഈസ് റിയൽ നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. It never become 0 or fraction. It never become 0 or fraction. That is the third difference, and the fourth one is okay. ഇതൊക്കെ നമ്മൾ പറഞ്ഞതിപ്പോൾ definition പറഞ്ഞു. Applicable to elementary and complex reaction. Applicable only to elementary reaction. It may become 0 or whole number. And here the next one is
സിമിലാരിറ്റി ഉണ്ട്. എന്താ? ഓർഡർ greater than 3 greater than or equal to greater than 3 are rare. കമ്പയർ ചെയ്യുന്നു. ഇവിടെയും സെയിം. ഓക്കെ, ഓർഡർ ഗ്രേറ്റർ ദാൻ 3 ആർ റയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും. ഇനി നമ്മളൊരു കോംപ്ലക്സ് റിയാക്ഷൻ എടുത്താൽ, ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് റിയാക്ഷന് നമ്മൾ H2O2-ന്റെ എന്തെടുത്തിട്ടുണ്ടായിരുന്നു? H2O2-ന്റെ ഡികമ്പോസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? H2O2 2H2O2 നമ്മൾ എത്ര ട്ടോ പറഞ്ഞത്? 2H2O2 gives 2H2O plus O2. 2H2O plus O2. സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പിൽ ചേഞ്ച് ദ കളർ. സ്റ്റെപ്പ് 1, this is in the presence of I minus. H2O2 plus I minus gives H2O plus IO minus. Okay, this step is very slow. And step 2, that is second H2O2 combined with this intermediate IO minus gives H2O plus O2 plus I minus. And this occurs very fast. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഇതിനെടുക്കാറില്ല. ഓക്കെ, ഇതാണെങ്കിൽ കാറ്റലിസ്റ്റ്. അപ്പോൾ നമ്മൾ റേറ്റ് ചെയ്തു. റേറ്റ് ഇസ് ഇക്വൽ ടു K into H2O2. K into H2O2. ഓർഡർ ഇസ് ഇക്വൽ ടു 1. ഓക്കെ, അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ എന്താണോ, സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ അതാണ് നമ്മൾ കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ ആയിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇതിൽ മോളിക്കുലാരിറ്റി എടുക്കാറില്ല. മോളിക്കുലാരിറ്റി ഹാസ് നോ മീനിങ് ഇൻ എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അവിടെ അപ്ലിക്കബിൾ അല്ല. പക്ഷെ ആ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മോളിക്കുലാരിറ്റി ഹാസ് നോ മീനിങ് എന്ന് പറഞ്ഞു. നോ മീനിങ്. ഓക്കെ, പക്ഷെ നമ്മൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ എടുത്താൽ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. മോളിക്കുലാരിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ബട്ട് ഇൻ കേസ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ the slowest step the molecularity will be is equal to the order of the reaction. Molecularity of the slowest step, നമ്മൾ ഈ സ്റ്റെപ്പിനെ മാത്രം എടുത്തിട്ട് അതിന്റെ മോളിക്കുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ that will be is equal to the order of the reaction. Order of the reaction എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് എന്താണ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ തന്നെയാണ്. പക്ഷെ അത് ഓവറോൾ റിയാക്ഷന്റെ ഓർഡർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ നമുക്ക് ഓവറോൾ റിയാക്ഷന് ഒരു കോംപ്ലക്സ് റിയാക്ഷന് മോളിക്കുലാരിറ്റി ഇല്ല. സോ യു ജസ്റ്റ് മൈൻഡ് ദിസ് സെന്റൻസ്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് തരാം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ദാറ്റ് ഈസ് ദ മോളിക്കുലാരിറ്റി ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ. നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പിന്റെ മാത്രം എടുക്കാന്ന് വിചാരിച്ചു. ദ മോളിക്കുലാരിറ്റി ഓഫ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, the molecularity of the slowest step is equal to order of reaction in a complex reaction. ഒരു കാര്യം മനസ്സിലാക്കി വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്. ഇൻ കോംപ്ലക്സ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ഹാവ് എ മീനിങ്. പക്ഷെ ഓരോ സ്റ്റെപ്പിലും മോളിക്കുലാരിറ്റി പറയാൻ പറ്റും. പക്ഷെ അത് മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ അല്ല, മോളിക്കുലാരിറ്റി ഓഫ് ദാറ്റ് സ്റ്റെപ്പാണ്. അങ്ങനെ ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ എടുത്തിട്ട് മോളിക്കുലാരിറ്റി എടുത്താൽ അത് ഓവറോൾ ഓർഡറിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഓവറോൾ ഓർഡർ ആയിട്ട് എടുക്കുന്ന ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് സെഷൻ തൊട്ട് നമ്മൾ അടുത്ത 2 ഫാക്ടേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ആൻഡ് ദ കാറ്റലിസ്റ്റ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പല അറ്റംപ്റ്റ്സുകളും നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ റിമാർക്കബിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയ ഒരു സയൻറ്റിസ്റ്റാണ്. ഹിസ് നെയിം ഈസ് വാൻ ഹോഫ്. നമ്മൾ വാൻ ഹോഫ് ഫാക്ടറൊക്കെ പഠിച്ചിട്ടുണ്ട്. വാൻ ഹോഫ് ആണ് ആദ്യമായിട്ട് ഇതിലൊരു ഇക്വേഷൻ ഒക്കെ പ്രപ്പോസ് ചെയ്തത്. ബട്ട് അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുത്ത സയൻറ്റിസ്റ്റാണ് അറേനിയസ്. സോ ദാറ്റ് ഇക്വേഷൻ it is actually started with one half, but അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ കൊടുത്തത് അറീനിയസ് ആണ്. സോ ദാറ്റ് ഇക്വേഷൻ ഇസ് കോൾഡ് അറീനിയസ് ഇക്വേഷൻ. ഓക്കെ, അറീനിയസ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിൽ നമുക്ക് 2 പാർട്ടായിട്ടാണ് പഠിക്കേണ്ടത്. 2 പാർട്ട് എന്ന് വെച്ചാലും ആക്ച്വലി ഒന്ന് അറീനിയസിന്റെ സ്റ്റഡിയാണ്. ദാറ്റ് ഈസ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ
എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമതൊരു സംഗതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ഹെഡിങ് നിങ്ങൾ NCERT കാണില്ല, ബട്ട് അറേനിയസ് ഇക്വേഷൻ്റെ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ കാണാം വിത്ത് മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ. Okay, they put forward some statistical curves to explain the effect of temperature on the rate of a reaction. Okay, so Arrhenius equation like പോകുന്നതിന് മുമ്പ് ആദ്യം വൺ ഹോഫ് ആണ് കേട്ടോ ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ Arrhenius ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പല സയൻറ്റിസ്റ്റുകളും അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു റിയാക്റ്റൻ്റ് എടുത്തു, ദാറ്റ് ഈസ് റിയാക്റ്റൻ്റ് R. ഓക്കെ, ആ റിയാക്റ്റൻ്റ് R റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. റിയാക്റ്റൻ്റ് R റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ ആദ്യം ഒരു ടെമ്പറേച്ചർ എടുത്തു, ദാറ്റ് ഈസ് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എടുത്തു. ആ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഇവർ റിയാക്ട് ചെയ്യുന്ന റേറ്റ് എടുത്തു. ഓക്കെ, അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എടുത്തു K1. ഓക്കെ, അതിനുശേഷം ഈ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നതിൽ ആ റിയാക്ഷനിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി. ഓക്കെ, അപ്പോൾ അവിടെ റേറ്റ് കോൺസ്റ്റന്റ് K2. ഈ K1-നേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ ആയിരുന്നു K2. ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഡബിൾ. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബിക്കംസ് നിയർ റേറ്റ് കോൺസ്റ്റന്റ് കൂടുമല്ലോ. റേറ്റ് കൂടുന്ന സമയത്ത് എന്താവും? Rate is proportional to rate constant. The rate constant becomes doubled when the temperature is increased by each 10 degrees Celsius. ചിലപ്പോൾ ട്രിപ്പിൾ ആയിട്ടുണ്ട്. Okay, almost double. The rate of reaction becomes nearly doubled or sometimes tripled for each degree rise of temperature. Okay, so our concept ഉണ്ട്, that is temperature coefficient. Temperature coefficient in the equation board exam important അല്ല, ചോദിക്കാറില്ല. ഓക്കെ, ഈ ഒരു സംഗതി ഉണ്ട്. ഫോർ ഈച്ച് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ that is increased, the rate of the reaction is increased by 2 times ആണ് നോർമലി. ഓക്കെ, the temperature coefficient n എന്നോ mu എന്നോ കൊടുക്കാറുണ്ട്. ഓക്കെ, temperature coefficient is denoted by n, or in some books it is mu. Okay, that is equal to rate constant at T plus 10 degree. അതായത് ടെമ്പറേച്ചറിനോട് കൂടി എന്ത് ചെയ്യുന്നു? 10 ഡിഗ്രി കൂട്ടുന്നു. ഓക്കെ, ഓരോ 10 ഡിഗ്രി കൂട്ടുമ്പോഴുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് at T divided by rate constant at T. Okay, so temperature coefficient is equal to n, or mu is equal to rate constant at T plus 10 degree. അതായത് 10 ഡിഗ്രി കൂട്ടിയപ്പോൾ ഉണ്ടാവുന്ന റേറ്റ് കോൺസ്റ്റന്റ് K2 ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T എന്നുള്ളതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് mu എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? mu is equal to എന്താ? that is equal to rate constant, അല്ലേ? that is നമുക്ക് എങ്ങനെ എഴുതാം? K2. okay, rate constant K2 divided by K1 എന്ന് എഴുതാം. K2 divided by K1. This is also an equation. mu is equal to K2 is the rate constant at T2 is equal to T1 plus 10 degrees Celsius. T2 എന്ന് പറയുന്നത് T1 നോട് 10 ഡിഗ്രി കൂട്ടിയതാണ്. What is K1? K1 is the rate constant at T1. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോഴുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ്. മ്യൂവിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. mu is equal to rate constant K is equal to T plus 10, K of T plus 10 divided by K of T. Okay, T എന്ന് പറയുന്ന ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിയ ടെമ്പറേച്ചർ, ആ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റന്റ്, ഈ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റന്റ്. ഇത് രണ്ടും സെയിം ആണ്. K2 by K1. K2 എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T plus 10. that is called temperature coefficient. സാധാരണ രീതിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഓക്കെ,
So rate constant at temperature T plus 10 degree, 10 degree കൂട്ടുമ്പോഴുള്ള rate constant divided by rate constant 10 degree കൂട്ടാതെ എന്നതിന് മുമ്പുള്ള rate constant. Okay, അത്രയാണ്. And let's start with Arrhenius equation. Arrhenius equation. Okay, this one Arrhenius equation. Arrhenius equation is, according to Arrhenius equation, the rate constant K is equal to A e raised to minus EA divided by RT. The rate constant K is equal to A e raised to minus EA by RT is called Arrhenius equation. Okay, where K is rate constant. Where K is rate constant. Okay, പരിചയമുള്ള ആളുകളെല്ലാം. T temperature, R is universal gas constant. Okay, and EA is activation energy. EA is activation energy. അതൊന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ്ട് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത് ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് പറയട്ടെ. A is called Arrhenius factor. Activation energy ഡിസ്ക്രൈബ് ചെയ്യാം. Okay, A is Arrhenius factor, or it is also called frequency factor. Frequency factor, or ഇതിന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും, ഇ റൈസ് ടു എക്സ്. അപ്പോൾ ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് മുമ്പുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രീ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ, എക്സ്പോണൻഷ്യലിൻ്റെ മുമ്പുള്ള ഫാക്ടർ, മുമ്പ് പ്രീ എക്സ്പോണൻ. കാരണം ഈ എക്സ്പോണൻഷ്യൽ ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു പവറിൻ്റെ മേലെയാണ്, മുമ്പിലാണ് എ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ ഓർ അറീനിയസ് ഫാക്ടർ. ഓക്കെ, ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. എ എന്ന് പറയുന്ന ഒരാൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് എപ്പോഴും അതേ വാല്യൂ ഉണ്ടാവുക. അയാൾ ഏത് ടെമ്പറേച്ചറിൽ, ഇപ്പോൾ ഓക്സിജൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇയാളുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലെടുത്താലും 200 ഡിഗ്രി സെൽഷ്യസിലെടുത്താലും ഇനി 10 ഡിഗ്രി സെൽഷ്യസിലെടുത്താലും 1000 ഡിഗ്രി സെൽഷ്യസിലെടുത്താലും എല്ലാം എൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഹൈഡ്രനെയാണ് നമ്മൾ റിയാക്ഷനിൽ എടുക്കുന്നതെങ്കിൽ അയാൾ 100 ഡിഗ്രിയിൽ എടുക്കുന്നതും ഇയാൾ 100 ഡിഗ്രിയിൽ എടുക്കുമ്പോഴും രണ്ടിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. അതാ പറഞ്ഞത് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് for a particular reaction. ഒരു particular reaction അത് constant ആയിരിക്കും. It does not depends on the temperature. And we should explain what is Arrhenius factor എന്ന് പറഞ്ഞു. What is activation energy? Activation energy എന്ന് പറയുന്നത് എന്താണ്? Okay, let's discuss that. Paragraph. Okay, that is potential energy versus reaction coordinate. Potential energy versus reaction coordinate. Just a minute. Okay, potential energy versus reaction coordinate. What is reaction coordinate? അത് ആദ്യം മനസ്സിലാക്കണം. റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഓൾസോ, അതിന് പകരം നിങ്ങൾക്ക് എന്തു എഴുതാം? യു ക്യാൻ ഓൾസോ റൈറ്റ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എന്ന് എഴുതിയാൽ മതി. റിയാക്ഷന്റെ പ്രോഗ്രസ് റെപ്രസെന്റ് ചെയ്യുന്ന കോർഡിനേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടാവുമ്പോൾ റിയാക്ടൻ്റ് ആയിരിക്കും, ഇവിടെ എത്തുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. അതാണ് റിയാക്ഷൻ കോർഡിനേഷൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഈ ഭാഗത്ത് റിയാക്ടൻ്റ് ഉണ്ടാവും, ഈ ഭാഗത്ത് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് റിയാക്ഷൻ കോർഡിനേറ്റ് എന്നുള്ളതിന് പകരം എക്സ് ആക്സിൽ നിങ്ങൾക്ക് ഏതും കാണാം, പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതി നിങ്ങൾ ശരിക്കും ഇവിടെ പഠിക്കുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാം, നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിയാക്ടൻ്റ് ഇവിടെ നിന്നും റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ചില റിയാക്ഷൻസ്
ഇങ്ങനെ പോയിട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഇവിടെ ദിസ് ഇസ് റിയാക്ടൻറ്റ്, ഇവിടെ റിയാക്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പ്രൊഡക്റ്റ്. അപ്പോൾ അവിടെ റിയാക്റ്റൻ്റ് ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ആൾക്ക് ഒരു എനർജി ഉണ്ട്, ഈ ആൾക്കൊരു എനർജി, അത് ഇവിടെ എത്താം, അത് അവിടെ എത്താൻ ആവശ്യമായ ഒരു എനർജി ഉണ്ട്. ഓക്കെ, അതായത് ഈ ആൾ ഈ റിയാക്ടൻ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്ത് നോക്കട്ടോ, ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തണം. റിയാക്ടൻ്റെ എനർജി ഇത്രയും കൂടണം, പൊട്ടൻഷ്യൽ എനർജി അത്രയും കൂടണം. റിയാക്ഷൻ ഇതുവരെ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇത്രയും കൂടി പിന്നെ കുറഞ്ഞ് 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 വന്നിട്ട് എന്താണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് എനർജി എന്താണ്? കുറവാണ്. ഓക്കെ, പ്രൊഡക്റ്റിന് എനർജി കുറവാണ്. ഈ രീതി മാത്രമല്ല ഗ്രാഫ് ഉണ്ടാവുക. ഐ ആം ടേക്കിംഗ് വൺ എക്സാമ്പിൾ. അപ്പോൾ ഈ എനർജിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി ഇ എന്ന് പറയുന്നത്. ഇ ഈസ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇവിടെ ഉള്ള, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുക, അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ഈ കാര്യം. അതായത് H2 ഈസ് റിയാക്ടിങ് വിത്ത് I2 ടു ഫോം HI, 2HI. ഹൈഡ്രജൻ ആൻഡ് അയോഡിൻ റിയാക്റ്റഡ് ടു ഫോം ഹൈഡ്രജൻ അയോഡൈഡ്. ശരിക്ക് H2 എന്ന് വെച്ചാൽ H സിംഗിൾ ബോണ്ട് H ആണ്. ഓക്കെ, H ഞാൻ താഴേക്ക് എഴുതിയിട്ടുള്ളൂ. I2 എന്ന് വെച്ചാൽ I സിംഗിൾ ബോണ്ട് I ആണ്. നമ്മൾക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് കൊളീഷൻ തിയറിയാണ്. അപ്പോൾ ഈ രണ്ട് പേരും ശക്തമായിട്ട് കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. കൂട്ടിയിടിക്കുന്ന സമയത്ത് ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ഒന്ന് വീക്കാവും, അയോഡിനും തമ്മിലുള്ള ബോണ്ടും വീക്കാവും. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഇവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇതിനുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് പ്രൊഡക്റ്റ് അല്ല. ഐ എം പുട്ടിങ് ദാറ്റ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ബിക്കോസ് അത് റിയാക്റ്റൻറ്റും അല്ല പ്രൊഡക്റ്റും അല്ല. ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈഡ്രജനും അയോഡിനും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്തിട്ടില്ല. ദിസ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ദിസ് ഈസ് കോൾഡ് ഇന്റർമീഡിയറ്റ്. ഈ ഇന്റർമീഡിയറ്റിന് ഹൈ എനർജി ആയിരിക്കും, കാരണം എന്താ, ഇത് വെരി അൺസ്റ്റേബിൾ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, ഈ ആള് എന്ത് ചെയ്യും, പഴയ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. അതായത് ഇതും ബ്രേക്ക് ചെയ്യും, ഇതും ബ്രേക്ക് ചെയ്യും. പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? HI പ്ലസ് HI, അതാണ് 2HI. അതാണ് ഈ ബോണ്ട് അങ്ങ് സ്ട്രോങ് ആവും. ഓക്കെ, മറ്റേ ബോണ്ട് ബ്രേക്ക് ആവും. സോ ദാറ്റ് ഈസ് HI പ്ലസ് HI, ദാറ്റ് ഈസ് 2HI. ക്ലിയർ ആണല്ലോ? സോ ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ്. ഈ ഇന്റർമീഡിയറ്റ് ഉണ്ടാവാൻ ഇവർക്ക് ആവശ്യമായ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. എന്ന് വെച്ചാൽ ഈ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇതെന്താ, ഇതിനെ ഇന്റർമീഡിയറ്റ് എന്നും ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്നോ പറയാറുണ്ട്. ഒരു കോംപ്ലക്സ് ആണ്, കാരണം കുറേ ആളുകളുണ്ട് അതിൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിൽ കുറേ ടെമ്പററി ബോണ്ടുകളൊക്കെ ഉണ്ടാവും, ഹാവിങ് ഹയർ എനർജി. ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. Okay, so you note activation energy is the energy required by the reactant to form the activated complex or intermediate complex. Activation energy is the energy required to form the intermediate complex or activated complex. അപ്പോൾ ഒരു റിയാക്ടന്റിന് അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ദീസ് ആർ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഹയർ എനർജി, അൺസ്റ്റേബിൾ. അപ്പോൾ അവർക്ക് എനർജി കുറച്ചേ പറ്റും. നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഇത്രയും എനർജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറൻസ് ആണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, ആൻഡ് ദിസ് കോംപ്ലക്സ് ഈസ് വാട്ട്? Unstable. This is unstable. It is the energy required by the reactant to form the unstable intermediate. Okay, that is called activation energy. അപ്പോൾ ഞാൻ അറീനിയസ് ഇക്വേഷനകത്തുള്ള ആക്ടിവേഷൻ എനർജിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രാഫിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ടൊക്കെ മനസ്സിലാക്കാനുണ്ട്. ആ ഗ്രാഫ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നോട്ട് ഓൺലി ഫ്രം ദിസ് ചാപ്റ്റർ. നിങ്ങൾക്കിത് എൻതാൽപ്പി ഡയഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻതാൽപ്പി വെച്ചിട്ട് ഈ ടൈപ്പ് ഡയഗ്രാംസ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. എനിവേ ഐ വിൽ എക്സ്പ്ലെയിൻ ലിറ്റിൽ മോർ. ഓക്കെ, ഇഫ് ദിസ് ഈസ് എ ഗ്രാഫ്, ലെറ്റ് മീ ഇറേസ് ഓൾ അതർ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എന്താണ്, നമ്മൾ തിരിച്ച് അറീനിയസ് ഇക്വേഷനിലേക്ക് പോകും. അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ,
and here is a plot, and here is another plot. Okay, അപ്പോൾ ഇവിടെ എന്താണ് potential energy ആണ്, potential energy, and this is reaction coordinate or progress of reaction. Reaction coordinate, note here, reaction coordinate represents the direction of reaction. Okay, it represents the direction of reaction. This is reaction coordinate. Reaction coordinate that represents the progress of reaction or direction of reaction. മനസ്സിലായല്ലോ? അപ്പോൾ ചില റിയാക്റ്റൻറ്റുകൾ ഇവിടെ നിന്നും തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൂടി ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് what is this? This is reactant. What is this? Product. That is reactant and product. And there is an energy required by this to form the, what is this? Intermediate complex. Intermediate എന്ന് പറഞ്ഞാലും മതി. And that energy is called activation energy. Activation energy is the energy required by the reactant molecules to form the intermediate complex. Okay, വേറൊരു കാര്യം അതുമായിട്ട് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ ഈ റിയാക്റ്റൻറ്റ് ഓൾറെഡി ഒരു എനർജി ഉണ്ട്, ഇത്രയും എനർജി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ ദ റിയാക്റ്റന്റ് മോളിക്യൂൾ. അതായത് എനർജി പൊസസ്ഡ് ആണല്ലോ പൊട്ടൻഷ്യൽ എനർജി, അത്രയും എനർജി ഓൾറെഡി ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു എനർജി ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ശരിക്കും EEA അല്ല. കാരണം ഓൾറെഡി റിയാക്റ്റന്റിനുള്ള എനർജിയും അവിടെ നിന്ന് അങ്ങോട്ടും എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതാണ് ടോട്ടൽ എനർജി പൊസസ്ഡ് ബൈ ദ ഇന്റർമീഡിയറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് എനർജി ഈസ് കോൾഡ് threshold energy. Okay, threshold energy. അപ്പോൾ ഇത് ആക്ടിവേഷൻ എനർജി. ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ എന്താ? ത്രെഷോൾഡ് എനർജി is the potential energy of reactant in the potential energy, that is the energy possessed by the reactant molecule energy possessed by the reactant molecule plus activation energy ആണ് threshold energy. So calculate the threshold energy എന്ന് വെച്ചാൽ ഇതും കൂടി ആക്ടിവേഷൻ എനർജിനോട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതിനൊരു എനർജി ഉണ്ട്. ആർക്ക്? റിയാക്റ്റന്റിന്റെ എനർജി. അതിനേക്കാളും കുറവാണ് പ്രൊഡക്റ്റിന്റെ എനർജി. അപ്പോൾ പ്രൊഡക്റ്റിന്റെ എനർജി കുറവാണ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് അവിടെ എന്ത് ചെയ്യാണ്? എനർജി അവിടെ എന്ത് ചെയ്യാണ്? റിലീസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം എൻതാൽപ്പിയാണ് എടുക്കുന്നത് വിചാരിക്കുക. പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം എൻതാൽപ്പി എടുക്കുന്നു, എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എൻതാൽപ്പി ഉണ്ട്, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. ഇവിടെ ഒരു എൻതാൽപ്പി ഉണ്ട്, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ്? ഇത്രയും എനർജിന്റെ ഡിഫറൻസ്. റിയാക്റ്റന്റ് അതിന്റെ ഇടയിൽ കൂടെ ഇവർ ഈ വഴിക്കൊക്കെ പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ റിയാക്റ്റന്റ് നന്നായി ശ്രദ്ധിക്കണേ, ഇവിടെ റിയാക്റ്റന്റ് പ്രൊഡക്റ്റായി മാറുന്ന പ്രോസസ് ആണിത്, ഡയറക്റ്റ് അല്ല. ഇവിടെ എന്തുണ്ട്? എൻതാൽപ്പി ഓഫ് ഇത് എൻതാൽപ്പി ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്, എൻതാൽപ്പി എടുക്കുക, എൻതാൽപ്പി ഈസ് എനർജി, എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ? എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ് ഈസ് ഗ്രേറ്റർ ദാൻ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് ആണ്, അല്ലേ? കാരണം എന്താ? ഇവരാണ് മേലെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. അപ്പോൾ ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇതെന്താവും? ദിസ് വിൽ ബി എക്സോതെർമിക് എനർജി റിലീസ് ചെയ്യുന്നത്. എക്സോതെർമിക്. പൊട്ടൻഷ്യൽ എനർജി എടുത്താലും പൊട്ടൻഷ്യൽ എനർജി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ലെസ്സർ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിയാക്റ്റന്റ് ഈസ് മോർ. ഓക്കെ, സോ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് exothermic reactions. Okay, delta H is negative. Exothermic reaction. Clear ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടെ ഒരു ഗ്രാഫ് എടുത്തു, എന്നിട്ട് അത് ആ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയും വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഇത് റിയാക്റ്റന്റ്,
ഇതെന്താ? This is product. No doubt in that. What is this? This is intermediate. അവിടെ intermediate. Okay? അപ്പോൾ അവിടെ ഇതിൽ നിന്നും ഇവിടേക്കുള്ള ഒരു ദൂരമുണ്ട്. What is that? That is activation energy. Okay? അപ്പോൾ ഇവിടെ ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്. എന്താ സംഗതി? That is reactant. അതായത് ഇവിടെ നിന്നും ഇതിലേക്കുള്ള ദൂരം അതെന്താ? That is threshold energy. ഞാൻ TE എന്ന് എഴുതുന്നു. threshold energy. ആ threshold energy എന്ന് വെച്ചാൽ എന്താ? potential energy of the reactant. That is potential energy of the reactant plus activation energy. നേരത്തെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇതാണ് ഇവിടെ ഇപ്പോൾ എൻതാൽപ്പിയാണ് എടുക്കുന്നതെങ്കിൽ ഡെൽറ്റ എച്ച് പറയാൻ വേണ്ടിയിട്ട് എൻതാൽപ്പിയാണ് എടുക്കുന്നതെങ്കിൽ ഇത് എച്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. അല്ലെങ്കിൽ എനർജി ഓഫ് പ്രൊഡക്റ്റ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഇത് പക്ഷെ ഇതെന്താ? വാട്ട് ഈസ് ദിസ്? ഇവിടെ എത്രയോ ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടുത്തെ ഒരു ഡിഫറൻസ് നോക്ക്. അപ്പോൾ ഇവർ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്. ഓക്കെ, ഇവിടെ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്. ആ ഡെൽറ്റ എച്ച് ആണ് നമുക്ക് നെഗറ്റീവ് കിട്ടിയത്. ഇവിടെ ഡെൽറ്റ എച്ച് ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എച്ച് ഓഫ് റിയാക്ടന്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എച്ച് ഓഫ് റിയാക്ടന്റ് ഓർ എനർജി ഓഫ് റിയാക്ടന്റ്. എച്ച് ഓഫ് റിയാക്ടന്റ് ഈസ് ലെസ് ദാൻ എച്ച് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ? ഇതാണ് താഴെയുള്ളത്, ഇത് മേലെ. Therefore delta H is equal to H of product minus H of reactant. Enthalpy of products minus enthalpy of reactant is positive. അപ്പോൾ ഇതെന്താണ്? എൻഡോതെർമിക്. ഇനി അത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ ആണെങ്കിൽ എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ടന്റ്, ദാറ്റ്സ് ഓൾസോ പോസിറ്റീവ്. കാരണം ദ എനർജി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് റിയാക്ടന്റ്. ഇവിടെയും ഡെൽറ്റ ഇ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ എനർജി ഡയഗ്രാം, പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. ഇവിടെ എൻതാൽപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ എൻതാൽപ്പി ഡയഗ്രാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. ഇവിടെ എൻതാൽപ്പി കൊടുത്താൽ അത് എൻതാൽപ്പി ഡയഗ്രാം, പൊട്ടൻഷ്യൽ എനർജി കൊടുത്താൽ എനർജി ഡയഗ്രാം ഫോർ എക്സോതെർമിക്, എനർജി ഡയഗ്രാം ഫോർ എൻഡോതെർമിക്. ഓക്കെ, ഇത് ശരിക്കും നിങ്ങൾ മറ്റ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ദാറ്റ് മീൻസ് +1 പഠിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി എന്ന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഗോയിങ് ബാക്ക് ടു that we discussed before, and Arrhenius equation നമ്മൾ ഡിസ്കസ് ചെയ്ത Arrhenius equation ആണ്. that is K is equal to A e raised to minus EA divided by RT. K e raised to minus EA divided by RT. Okay, K rate constant, already പറഞ്ഞു rate constant. Okay, at temperature T. Okay, A is Arrhenius factor, പറയാണല്ലോ എഴുതുന്നില്ല. Arrhenius factor or pre-exponential factor or frequency factor. Okay, R is universal gas constant, that is 8.314 എനർജിയിലല്ലേ, joule per Kelvin per mole. Okay, and T is temperature in Kelvin. Okay, EA is activation energy. Threshold energy ഇവിടെ വേണ്ട, activation energy. And it is the energy required. It is the energy required by the reactant molecule. To form intermediate complex, or activated complex. പറഞ്ഞല്ലോ activated complex. ഓക്കെ, ഈ ആക്ടിവേഷൻ എനർജി EA ആണ്. ആക്ടിവേഷൻ എനർജിൻ്റെയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ റിയാക്ടറിന്റെ സമ്മാണ് ത്രെഷോൾഡ് എനർജി എന്ന് മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് Arrhenius equation. So next we are going to derive the logarithmic form. I am taking the natural logarithm, taking ln gives ln k is equal to ln of A e raised to
minus EA by RT. Okay, that is ln K is equal to ln AB is equal to ln A plus ln B. That is ln A plus ln of e raised to minus EA by RT. Okay, ln and e are e raised to x are opposite function. ln K is equal to ln A minus EA by RT. ln and e raised to r cancelled. So ln K is equal to ln A minus EA by RT in the t. Let it be there. Clear ആണല്ലോ? അങ്ങനെയാണെങ്കിൽ this is the logarithmic form ആണ്. Okay? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം നോക്കുക. ln A is a constant. Natural logarithm A is a constant. And I will take this in the form ln K is equal to minus EA by RT plus ln A. Okay, that's the equation. ln K is equal to minus EA by RT plus ln A. Okay, this of the form y is equal to mx plus c, where y axis is ln K, x axis is 1 by temperature. Okay, slope m is minus EA by r, and y-intercept c is ln A. So when you draw a graph, when you draw a graph by taking y-axis ln K along y-axis and 1 by t along x-axis, this will be a straight line with a negative slope. അപ്പോൾ എങ്ങനെയാ ഗ്രാഫ് കിട്ടുക? ഗ്രാഫ് will be like ഇങ്ങനെ വരും. Okay, and you should extrapolate this. ഇങ്ങോട്ടേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്ന സ്ഥലം, what is that? That is y-intercept ln A. Okay, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്ലോപ്പ് കിട്ടി. What is that slope? Slope is equal to minus EA divided by R. This is the graph. Okay, that is ln K is equal to minus EA by RT plus ln A. Okay, അപ്പോൾ ഇതൊരൊറ്റ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. അവിടെ തന്നെ നമുക്കൊരു റിലേഷൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്, കിട്ടിയ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. ln K is equal to minus EA by RT plus ln A ആണ്. ഓക്കെ, ഇവിടെ ശരിക്കും ടി ഡിനോമിനേറ്ററിലാണ്. ടി ഡിനോമിനേറ്ററിലാവുമ്പോൾ ടി കൂടുമ്പോൾ ശരിക്കും കെ കൂടണം. ടി കൂടുന്ന സമയത്ത് കെ കുറയണം, റേറ്റ് കോൺസ്റ്റന്റ് കുറയണം, ln K കുറയണം. കെ കുറയുമ്പോൾ ln K കുറയും. അപ്പോൾ അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഉണ്ടാവുമ്പോൾ അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 8/2 and 8/4. 8/2 is 4 and 8/4 is 2. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്റർ കുറഞ്ഞപ്പോൾ ഇത് കൂടി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡിനോമിനേറ്റർ കൂടിയപ്പോൾ ഇത് കുറഞ്ഞു. ബട്ട് ഇഫ് യു പുട്ട് എ നെഗറ്റീവ് ചാർജ് ചെയ്യാം, ഇത് -4, ഇത് -2, അപ്പോൾ ഇത് വലുതായി. അപ്പോൾ ഡിനോമിനേറ്റർ കൂടിയപ്പോൾ ഇത് കൂടി എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലായി. സോ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, when the temperature increases, rate constant increases. So according to Arrhenius, from Arrhenius equation, from Arrhenius equation, as the temperature increases, rate constant increases, and rate of reaction ROR increases. Okay, increases. As the temperature increases, rate constant increases and rate of reaction increases. Okay, that's about Arrhenius equation. ഇപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ഇക്വേഷൻ എടുത്ത് ഇതാണ്. What was the equation? That is ln K is equal to minus EA by RT plus ln A. This is at a particular temperature T. അപ്പോൾ this is equation number 1. ഇനി എഴുതേണ്ടത് at temperature
T1 ഞാൻ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ എടുക്കുകയാണ്. ഈ ഇക്വേഷൻ എന്താവും? ദാറ്റ് ഈസ് ln K1 is equal to minus EA by RT1 plus ln A. ഓക്കെ, എ മാറില്ല, ടെമ്പറേച്ചർ മാറി, ഇ എ മാറില്ല. ഓക്കെ, ടെമ്പറേച്ചർ മാറി. ആൻഡ് അറ്റ് ടെമ്പറേച്ചർ T2, അറ്റ് ടെമ്പറേച്ചർ T2, അപ്പോൾ കെ എന്താണ്? കെ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടെമ്പറേച്ചർ. ln K2 is equal to minus EA by RT2. റേറ്റ് കോൺസ്റ്റന്റിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റിയാലൊന്നും റേറ്റ് കോൺസ്റ്റന്റ് മാറില്ല. കോൺസെൻട്രേഷൻ മാറ്റിയാലൊക്കെ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്, കെ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ടൈം മാറ്റിയാൽ റേറ്റ് കോൺസ്റ്റന്റ് മാറില്ല. നമ്മളൊരു കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷനിൽ എനി ടൈമിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ പ്ലസ് ln A. This is equation number 2 and this is equation number 3. Okay, 3 minus 2 gives ln K2 minus ln K1. ln A എന്തായി പോകും? കട്ട് ചെയ്തു, കാരണം സെയിം ആണ്. is equal to 3 minus ആണ് EA by RT2 minus EA by RT1. Minus will become plus. ln K2 by K1. ln A minus ln B is ln A by B. That is EA by R into EA by R, the plus side. This become plus. Do 1 by T1 minus 1 by T2. Okay. ln K2 by K1 is equal to EA by R into 1 by T1 minus 1 by T2 is the equation. That is, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ടെമ്പറേച്ചർ തന്നു, അവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് തന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നു, അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു സോൾട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് NCERT-യിൽ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. അതർ ക്വസ്റ്റ്യൻസ് വിൽ ഡിസ്കസ് ഇൻ ദ ഡിസ്കഷൻ സെഷൻ. ഓക്കെ, ആഫ്റ്റർ ദ ചാപ്റ്റർ. സോ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ln K2 by K1 is equal to EA by R into 1 by T1 minus 1 by T2. Okay, and 2.303 log ln ഞാൻ എന്താക്കി? log ആക്കി. K2 by K1 is equal to EA divided by R. കാൽക്കുലേഷൻ എന്ത് വേണം? ലോഗിലേക്ക് മാറ്റണം. കാരണം കാൽക്കുലേറ്റർ ഇല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് log K2 by K1 is equal to 2.303 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദാറ്റ് ഈസ് EA divided by 2.303 R into 1 by T1 minus 1 by T2. 1 by T1 minus 1 by T2 is another equation. This is in natural logarithm. Other one is in logarithm based on 10. ഇനി ഇതിനെ ഇങ്ങനെയും എഴുതാം. log K2 divided by K1 is equal to EA divided by 2.303 R into ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. T2 minus T1 divided by T1 T2. Okay, this is another equation. That is another equation. Okay, another equation. Okay, then they do not multiply, then not multiply, then multiply. Okay, you know that. So log K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. Okay, this is all about Arrhenius equation. We are just jumping to Maxwell's Boltzmann distribution. ഈ Arrhenius equation ഒരു പ്രശ്നമുണ്ട്. We are jumping to Maxwell. There is a second study. പക്ഷെ അത് വലിയ സ്റ്റഡിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. എൻ്റെ ചെറിയൊരു ഭാഗം മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ബോർഡ് എക്സാമിന് ഇത് നിങ്ങൾക്ക് NCERT-യിൽ പഠിക്കാനുള്ളത് തന്നെയാണ്, പക്ഷെ ബോർഡ് എക്സാമിന് ചോദിക്കുക വളരെ കുറവാണ്. ബട്ട് മനസ്സിലാക്കി വെക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് എന്നാണ്, കർവുകളായിട്ടാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെൻ യു ടേക്ക് എ ബീക്കർ, ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ച് റിയാക്റ്റൻസ് എടുത്തിട്ടുണ്ട്. റിയാക്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എല്ലാ റിയാക്റ്റൻറ്റിനും ഒരേപോലെ ടെമ്പറേച്ചർ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരേപോലെ റിയാക്ഷൻ്റെ സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എനർജി സപ്ലൈ ചെയ്യുന്നത് തന്നെ എന്ത് ആയിക്കൊള്ളണമെന്നില്ല, അവിടെ ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല.
അപ്പം നമ്മളൊരു മിക്സ്ചറിൽ ഓരോരുത്തരെടുത്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാൾക്കുള്ള എനർജി ആയിരിക്കില്ല ഇയാൾക്ക് ഉള്ള എനർജിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും ഇത്, അത് ചിലപ്പോൾ ഇയാൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു മിക്സ്ചറിൽ all the reactant does not carry the same energy. So effect of temperature is not same for all the reactants. Effect of temperature same ആയിരിക്കില്ല. അപ്പോൾ പക്ഷേ ഒരേ എനർജിയുള്ള ഒരുപാട് പേരുണ്ടാവാം, ഒരേ എനർജിയുള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു എക്സാം നടന്നാൽ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലാവർക്കും എന്താണ് ഒരേ മാർക്കല്ല, പക്ഷെ ഒരേ മാർക്കുള്ള ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇവർ ചെയ്തൊരു സംഗതി, ഒരേപോലെ മാർക്കുള്ളവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, ആ ഗ്രൂപ്പിന് ഒരു ആക്സിസിലും വൈ ആക്സിസിലും അവരുടെ മാർക്കിന് എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഇവിടെ എനർജി, കൈനറ്റിക് എനർജി, ഇവിടെ അവരുടെ നമ്പർ. ഓക്കെ, ഇപ്പോൾ കൈനറ്റിക് എനർജി ഒരു 10 ഉള്ള ഒരു 5 പേരുണ്ട്. ഓക്കെ, ഒരു കൈനറ്റിക് എനർജി ഒരു 12 ഉള്ള ഒരു 4 പേരുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി 8 ഉള്ള ഒരു 2 പേരുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി ഒരു അല്ലെങ്കിൽ 8 ഉള്ള ഒരു 10 പേരുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി 6 ഉള്ള ഒരു 6 പേരുണ്ട്. കൈനറ്റിക് എനർജി 3 ഉള്ള ഒരു 5 പേരുണ്ട്. ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. 5 പേരുണ്ട്, ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. ടോട്ടൽ നമ്പർ, ടോട്ടൽ എത്രയാ? 30. 10, 20, 30. ഓക്കെ, ടോട്ടൽ 30 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് 10 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുള്ള 5 പേര്, 12 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുള്ള 4 പേര്, 8 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുള്ള 10 പേര്, 6 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുള്ള 6 പേര്, 3 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുള്ള 5 പേര്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഒരു ഗ്രൂപ്പാക്കി. എന്നിട്ട് അവരുടെ കൈനറ്റിക്, ഇവർ ഇപ്പോൾ ഇത്ര ആളുണ്ടല്ലോ, എങ്ങനെയാണത്? 5 എന്ന് വെച്ചാൽ എന്താ? 5 ഔട്ട് ഓഫ് 30. ഓക്കെ, 4 ഔട്ട് ഓഫ് 30 ഹാവ് എനർജി 12. 5 ഔട്ട് ഓഫ് 30 ഹാസ് 10. ദിസ് ഇസ് എന്താ? 10 ഔട്ട് ഓഫ് 30. മൊത്തം 30-ൽ 10 പേര്. 6 ഔട്ട് ഓഫ് 30. 5 ഔട്ട് ഓഫ് 30 ഫോർ an example. 10 ഔട്ട് ഓഫ് 30 ഹാസ് എനർജി 8. 6 out of 30 has energy 6. 5 out of 30 has energy 3. അപ്പോൾ ഈ 5 എന്താ? അത് അവരുടെ നമ്പറാണ്. ഹാവിങ് എൻ എനർജി ഇ, ഹാവിങ് എൻ എനർജി 5, ഹാവിങ് എൻ എനർജി 4. സോറി, അത് അവരുടെ എന്താണ്? അത് അവരുടെ നമ്പറാണ്. ഹാവിങ് എൻ എനർജി 10, ഹാവിങ് എൻ എനർജി 12, ഹാവിങ് എൻ എനർജി 8. ഓക്കെ, മറ്റേതോ ബൈ എന്ന് വെച്ചാൽ എന്താ? എൻ ടോട്ടൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 5, നമ്പർ ഓഫ് മോളിക്യൂൾസ് 4, ഹാവിങ് എൻ എനർജി എന്ന് വെച്ചാൽ ഇതിന്റെ NE എന്ന് പറയുന്നത്, ഈ ആളുടെ NE എന്ന് പറയുന്നത് N5 ആണ്. ഈ ആളുടെ NE എന്ന് പറയുന്നത്, സോറി N5 അല്ല, ആളുടെ NE എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി 10 ആണ്, N10 ആണ്. ഇയാളുടെ NE എന്ന് പറയുന്നത് N12 ആണ്, കാരണം നമ്പർ ഓഫ് മോളിക്യൂൾ ഹാവിങ് എനർജി 12. ഓക്കെ, ഇയാളുടെ NE എന്ന് പറയുന്നത് N8 ആണ്. 8 പേർക്ക്, അതെ 8 എനർജിയുള്ള ആളുകളുടെ എണ്ണം, 8 എനർജിയുള്ള ആളുകളുടെ എണ്ണം. ഇയാളുടേത് N6 ആണ്, ഇയാളുടേത് N5 ആണ്, N3 ആണ്. ഓക്കെ, അതായത് 6 എനർജിയുള്ള ആളുകളുടെ എണ്ണം, 3 എനർജിയുള്ള ആളുകളുടെ എണ്ണം. അവരെന്ത് ചെയ്തു? ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് നമ്മൾ NE/NT, where NE/NT is the എന്താ? ഫ്രാക്ഷൻ, അല്ലേ? ഡിവൈഡ് ചെയ്തു. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ, നമ്പർ അല്ല, കാരണം ഡിവൈഡ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ NE is the number of molecule having energy, having a specific kinetic energy. NE is the number of molecule having a specific kinetic energy, E എന്ന് പറയുന്ന എനർജി ഉള്ള ആളുകളുടെ എണ്ണം. അവിടെ ആ ഈ 10 ആണ് N10, ഇവിടെ 12 ആണ് N12, ഇവിടെ 8 ആണ് N8, ഇവിടെ 6 ആണ് N6, ഇവിടെ 3 ആണ് N3. And NE is the fraction of molecule having a specific kinetic energy. മറ്റത് നമ്പർ ആണെങ്കിൽ ഇത് ഫ്രാക്ഷൻ ആണ്, അത്രേ ഉള്ളൂ.
having a specific kinetic energy E. E എന്ന് പറയുന്ന എനർജിയുള്ള ആളുകളുടെ എണ്ണം ഇവിടെ എന്താ, that is 5/30, 4/30, 10/30. This is just an example, okay? This is along y-axis. അപ്പോൾ NE/NT along y-axis, fraction of NE/NT, fraction of molecule having a specific kinetic energy along y-axis and their kinetic energies along x-axis. എന്ന് വെച്ചാൽ ഈ പാർട്ട് y-ആക്സിസിൽ, ഈ പാർട്ട് x-ആക്സിസിൽ, ഇത്. അപ്പോൾ അവരുടെ ഫ്രാക്ഷൻ അതിൻ്റെ എനർജി. അപ്പം ഓരോ ഫ്രാക്ഷനും എത്ര എനർജി ഉണ്ട്, ഒരു കൂട്ടം, നിങ്ങളുടെ കൂട്ടത്തിൽ ഫുൾ മാർക്കുള്ള ഒരു കൂട്ടം, അവരുടെ മാർക്ക് എത്ര, ഒരു 5 മാർക്സ് മിസ്സായവരുടെ ഒരു കൂട്ടം, അവരുടെ മാർക്ക് എത്ര, ഈ രീതിയിലാണ് പ്ലോട്ട് ചെയ്തത്. സോ മാക്സ്വെൽ ബോൾട്സ്മാൻ യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു പ്രെഡിക്റ്റ്. നിങ്ങൾ നോട്ട് ചെയ്യണം, Maxwell and Boltzmann used statistics to predict the behavior of molecule at different temperatures. They used statistics to study the behavior of molecule, the effect on molecule at different temperature by varying the temperature. Okay, and they found that the graph is like രണ്ടാമത്തെ ഗ്രാഫ് ഇതേ ഗ്രാഫ് തന്നെയാണ്. that we will discuss അവിടെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കൗസിൽ that is ഇവിടെ എന്താ y ആക്സിസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്താ അത്, NE/NT along y-axis, kinetic energy along x-axis. Okay, NE/NT along y-axis and kinetic energy along x-axis. അപ്പോൾ ഇവിടെ കിട്ടിയ ഗ്രാഫ് എന്ന് പറയുന്നത്, the graph is like this. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത്. ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, ഒരു മാക്സിമം എത്തി, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ആ രീതിയിലാണ് ഗ്രാഫ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ദിസ് ഈസ് ദ മാക്സിമം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ ഉള്ളത്, NE/NT മാക്സിമം ആയിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ദിസ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. Most probable kinetic energy is the kinetic energy of maximum fraction of molecule. കൂടുതൽ എണ്ണം കാണിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രാക്ഷൻ കിട്ടിയത്, കൂടുതൽ ആളുകൾ കാണിക്കുന്ന കൈനറ്റിക് എനർജി അതാണ്. പലർക്കും പല കൈനറ്റിക് എനർജി ആണെങ്കിലും കൂടുതൽ ആളുകൾ കാണിക്കുന്ന കൈനറ്റിക് എനർജി ഇതാണ്. ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ. മാക്സിമം നമ്പർ കൂടിയതുകൊണ്ടാണ് മാക്സിമം ഫ്രാക്ഷൻ കൂടിയത്, കാരണം എല്ലാത്തിനെയും NT കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 0. ആ കൈനറ്റിക് എനർജി ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ അവർക്കൊരു that is designated as EA. നന്നായി ശ്രദ്ധിക്കുക, that is designated as EA. അപ്പോൾ EAൻ്റെ മേലെയുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് I will just shade it off. This is the part. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ ആളുകളുടെ എണ്ണം ഇത്രയേ ഉള്ളൂ, ഈ ഷെയ്ഡർ പാർട്ടിൽ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫ്രാക്ഷൻ അല്ല ഇവിടെ കൊടുത്തത്. ദിസ് ഈസ് ദ ഫ്രാക്ഷൻ of molecules. This is the fraction of molecules having kinetic energy greater than activation energy. നിങ്ങൾക്കറിയാം, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന എനർജി അച്ചീവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്താവുള്ളൂ, റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും ആളുകളുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലുള്ളവർ മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ടെമ്പറേച്ചർ ഉണ്ട്. ഇവിടെയൊക്കെ എണ്ണമൊക്കെ കൂടുതലുണ്ട്. മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ, കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ. അവിടെയാണ് എണ്ണം കൂടുതൽ, അല്ലെ, ഫ്രാക്ഷൻ കൂടുതൽ അവിടെയാണ്. ഓക്കെ, ദിസ് ഇസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിംഗ് കൈനറ്റിക് എനർജി E.
ഇനി ഇതേ ഗ്രാഫിന് സെയിം ഗ്രാഫ് ഓക്കെ, ഈ സെയിം ഗ്രാഫിന് ഞാൻ ഇവിടെ വരക്കുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ NE/NT, okay, fraction of molecule having kinetic energy E and their kinetic energy is along y-axis, okay, and the graph is like ഇവിടെ ഗ്രാഫ് നിങ്ങൾക്ക് ഇതേ ഗ്രാഫിനെയാണ് ഞാൻ വരക്കുന്നത്. ഞാൻ വരക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് വരാം. ഓക്കെ, ദിസ് ഇസ് ഇവിടെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഉണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ദിസ് വാസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലായിരുന്നു. ഇനി അതിനോട് കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രാഫ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ബ്രോഡൻ ചെയ്തു. Graph is broadens to the right side. This is at a temperature T2. Okay? അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്തുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ ഒരു ആക്ടിവേഷൻ എനർജി ഓൾറെഡി ഉണ്ട്. ഇത് തന്നെയാണിത്. ആ ആക്ടിവേഷൻ എനർജീൻ്റെ മേലെയുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു എന്ത് റിയാക്ഷൻ നടന്നിരുന്നത്. അപ്പോൾ ആ ആക്ടിവേഷൻ എനർജിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ഫ്രാക്ഷൻ ഇപ്പം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ നോക്ക്, ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഇതെന്താണ് ഓൾറെഡി ഉള്ള ഫ്രാക്ഷൻ. ഇതെന്താ, ദിസ് ഇസ് ദ അഡീഷണൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എന്താ കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ മിനിമം ക്വാളിഫിക്കേഷൻ, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. Maxwell and Boltzmann used statistics to predict the behavior of molecule at different temperatures. They plotted fraction of molecule having a particular kinetic energy along y-axis and their kinetic energies along x-axis. At a temperature T1, there is a fraction of molecule having kinetic energy greater than activation energy and they take part in chemical reaction. Okay? When the temperature is increased, ഓരോ സെന്റൻസും നോട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്ലോയിൽ പറയുന്നത്. When the temperature is increased from T1 to T2, the graph broadens to the right side. Okay? ഈ ഗ്രാഫ് തന്നെയാണ് ഇത് ടെമ്പറേച്ചർ കൂട്ടിയപ്പോഴുള്ളത്. ആ ചേഞ്ച് കാണിക്കാൻ വേണ്ടി ഒരുമിച്ച് വരച്ചു. When the temperature is increased from T1 to T2, the graph broadens to the right side and the fraction of molecule having kinetic energy greater than activation energy increased and as a result the rate of reaction increased. കാരണം എന്താ, റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി, ആക്ടിവേഷൻ എനർജിയോട് കൂടിയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് മാക്സ്വെലിൻ്റെയും ബോൾട്സ്മാൻ്റെയും എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ടെമ്പറേച്ചർ T1 ഉള്ളതാണ്. ഇതിൻ്റെ ഏരിയയും സെയിം ആണ്. കാരണം അവിടെ അത് അങ്ങോട്ടേക്ക് ബ്രോഡൻ ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഇസ് സെയിം. ഓരോരുത്തർക്കും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓരോ സ്പെസിഫിക് കൈനറ്റിക് എനർജി ഉണ്ട്. ആ എണ്ണമോ ഫ്രാക്ഷനോ ഒന്നും മാറുന്നില്ല. ഓക്കെ, സോ ദ ഏരിയ ഓഫ് ദ കർവ്സ് ആർ കോൺസ്റ്റന്റ് ബട്ട് ടോട്ടൽ ഏരിയ ഇവിടെ ഈ ബ്ലൂവിൽ കാണിക്കുന്നു, ഈ പിങ്കിൽ കാണിക്കുന്ന സെയിം ഏരിയ ആണ്. പക്ഷേ ദ ബ്രോഡൻസ് ടു ദ റൈറ്റ് സൈഡ്. ദാറ്റ് ഈസ് Maxwell-Boltzmann explanation about the effect of temperature on the rate of chemical reaction. Okay.